ഹായ് ഗൈസ്, വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കല്ലേ. അപ്പം നമ്മുടെ കോളേജിലും കോളേജ് യൂണിയനും കോളേജിലെ സ്പോർട്സ് ക്ലബ്ബും ചേർന്നിട്ട് കൽപ്പറ്റ SP ഓഫീസിൻ്റെ അവിടെയുള്ള ഡഗ് ഔട്ടിൽ വെച്ചിട്ട് ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കോളേജിലെ പിള്ളേരും സ്റ്റാഫ്സും ഒക്കെ ഉച്ചയ്ക്ക് ശേഷം അവിടെയായിരുന്നു. ഫസ്റ്റ് മാച്ച് അർജൻറ്റീനയും സ്പെയിനായിരുന്നു. അതിൽ സ്പെയിൻ ജയിച്ച്. പിന്നെ പോർച്ചുഗലും ബ്രസീലും ആയിരുന്നു. ജയിച്ചത് ബ്രസീലാണെങ്കിലും മനം കവർന്നത് പോർച്ചുഗലായിരുന്നു മക്കളെ. അർജൻറ്റീനയും ബ്രസീലും സ്പെയിനും കളിച്ചെങ്കിലും ദ മാച്ച് വാസ് പോർച്ചുഗലും ഉണ്ടായി. ദെൻ ദ ഫൈനൽ സ്പെയിൻ ആൻഡ് ബ്രസീലായിരുന്നു. അങ്ങനെ കളി സമനില ആയതുകൊണ്ട് ടോസ് ഇട്ട് പെനാൽറ്റി ആക്കി. അതിൽ ബ്രസീൽ ജയിച്ചു. ഗോളടിച്ച് ലാസ്റ്റ് ജയിച്ചത് ബ്രസീലാണെങ്കിലും കളിച്ചതും ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിന്റെ ട്രോഫി മൊത്തം തൂക്കിയതും സ്പെയിനിലെ ഇവന്മാരായിരുന്നു. എല്ലാ കളിയിലും നമ്മുടെ റെഫറി സെക്കൻഡ് PG മാസിലെ ആൽവിനായിരുന്നു. പിന്നീട് കോഴ വിവാദത്തിൽ പെട്ടിട്ട് ആൽവിനെ മാറ്റേണ്ടി വന്നു. പിള്ളേരുടെ കളി ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ കോളേജിലെ സ്റ്റാഫുകളാണ് വിഷയമായത്. സ്റ്റാഫുകളുടെ ബ്രസീലിൻ്റെയും അർജന്റീനയുടെ കളി 7 ഗോളിനാണ് ബ്രസീൽ ജയിച്ചത്. ദ മാൻ ബിഹൈൻഡ് ദോസ് ഗോൾസ് വാസ് വിനോദ് സാർ. NMSMന്റെ ലൈബ്രറിയനാണ് അവർ. സാറിൻ്റെ വിളയാട്ടാർന്ന് നിന്ന്. അങ്ങനെ നമ്മുടെ ടൂർണമെൻറ്റ് വിചാരിച്ചതിലും ഗംഭീരമായിട്ടാണെന്ന്. ലാസ്റ്റ് ഫൈനൽ മാച്ചിലെ ഇക്ബാൽ സാറിൻ്റെ റെഫറി ആയിട്ടുള്ള എൻട്രി കളി ഒന്നുകൂടി ഉഷാറാക്കി. അങ്ങനെ ഓവറോൾ നമ്മുടെ ടൂർണമെൻറ്റ്